ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പെഡിക്യൂർ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പെഡിക്യൂർ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഇത് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് റാഗി പൗഡറാണ്. അത് കുറച്ച് മതി കേട്ടോ, ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അധികമായിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് മൊത്തം നിങ്ങൾ ഒഴിക്കരുത്, കാരണം അതിന് ആവശ്യമായത് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അവിടെ ഇവിടെയും കട്ട പിടിച്ചതൊക്കെ നന്നായിട്ട് ഇളക്കി 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 നമ്മൾ ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണോ കുറുക്ക് തയ്യാറാക്കുന്നത്, റാഗി പൗഡർ വെച്ചിട്ട് എങ്ങനെയാണോ നമ്മൾ മുത്താറി കാച്ചുന്നത്, അത് തന്നെയാണ് പ്രോസസ്സ്. ഇതിനി നമ്മൾ നന്നായിട്ടൊന്ന് സ്ലിമ്മാക്കി വെച്ചിട്ട് ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് കുറുക്കി കുറുക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അധികം കട്ടിയാവാതെ നോക്കണം. കുറച്ച് കുറച്ച് എന്താ പറയുക, ക്രീമി ടെക്സ്ചറായിട്ട് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അധികം ഡ്രൈ ആവാതെ സൂക്ഷിക്കുക കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഇങ്ങനെ കുറുക്കി കൊടുക്കുക കേട്ടോ. മുത്താറി കാച്ചുന്ന പോലെ തന്നെ കാച്ചി കാച്ചി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അധികം ടൈമില്ലാത്തൊരു പ്രോസസ്സാണ്, വേഗം തന്നെ ആവട്ടത്. കണ്ടില്ലേ, വേഗം ഒരു 5 മിനിറ്റ് കൂടിയും വേണ്ട, ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളത് തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇതിൽ തന്നെ വെച്ചിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഒരു 5-10 മിനിറ്റ് ഞാൻ ചൂടാറാൻ വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലുള്ളൊരു ചെറിയൊരു പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് ചൂടുവെള്ളം ഒരു ബേസിനിൽ, അതായത് നമ്മളെ കാല് മുങ്ങുന്ന ആ ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബേസിനോ പാത്രമോ ബക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം, അതായത് ഇളം ചൂടുവെള്ളം മതി, ഓവർ ചൂടാവാൻ പാടില്ല. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കാല് കുറച്ച് നേരം ഇതിൽ മുക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2-3 കഷ്ണം ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറുനാരങ്ങ എന്തിനാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത്, അതിന് നമ്മളെ കാലിൽ വൃത്തികെട്ട സ്മെല്ല് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വരും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു നാരങ്ങേൻ്റെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാനിതാ ഇവിടെ ഈ ഒരു ബ്രഷ് എന്ന് പറയുന്നത് എൻ്റെ സ്ഥിരമായിട്ട് തന്നെ ഞാൻ കാല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ കാല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇത് ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് ഞാനിതാ ഈ ബ്രഷ് വെച്ചിട്ട് അധികം അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഞാനിത് 2-3 ആഴ്ച മുമ്പ് ചെയ്തതാണ്. അതുകൊണ്ട് അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ എന്നിട്ട് ആ ചെറുനാരങ്ങേൻ്റെ അത് വെച്ചിട്ട് നന്നായിട്ട് കാലിൻ്റെ മേത്ത് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാലിൽ വൃത്തികെട്ട സ്മെല്ല് വരാൻ ചാൻസ് ഉള്ളത് ഷൂ പോലുള്ള ഫുഡ്വെയറൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് അധികം നമ്മൾ കല്ല് അങ്ങനത്തെ ബാഡായിട്ടുള്ള സ്മെല്ല് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറുനാരങ്ങ വെച്ചിട്ട്, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ ഞാൻ പാക്കൊന്നും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, ഇപ്പോൾ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ നിങ്ങൾ എന്താക്കുക, ഇതുപോലെ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇടണം. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറയാൻ മറന്നുപോയതാണ്, പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കാല് മുക്കി വെച്ചിട്ട് ചെറുനാരങ്ങേൻ്റെ ഇതുപോലെ 2-3 കഷ്ണം മുറിച്ചിടുക. എന്നിട്ട് വെറുതെ ഈ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി. അല്ലാതെ പാക്ക് ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പാക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇതാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാലിൽ ആ ബാഡ് സ്മെല്ല് മാറിക്കിട്ടും. പിന്നെ ചെറുനാരങ്ങേനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കാലിൽ നെയിൽസൊക്കെ വളർത്തിയെടുക്കുന്നതെന്ന് കുറേ അല്ല, ഏതൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഇപ്പം അത് ഓർമ്മ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ നെയിൽസ്
ഞാൻ അങ്ങനെ നെയിൽസിനായിട്ട് പ്രത്യേകം ഞാൻ കെയറിങ് ഒന്നുമില്ല. ഇതുപോലെ പെഡിക്യൂർ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഞാൻ ചെയ്യാറുണ്ട് മാസത്തിലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പെഡിക്യൂർ എന്ന് പറയുന്നത്. അല്ലാതെ നഖത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. നഖം നന്നായിട്ട് വളരാനും അങ്ങനെ എന്തിനെങ്കിലും ഉള്ളത് ഞാൻ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ റാഗി പൗഡർ കുറുക്കി വെച്ചത് ഞാൻ ആ ഒരു പാക്ക് കാലിലേക്ക് ഇപ്പോൾ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാജ് ചെയ്തെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് ഒരു 10-20 മിനിറ്റെങ്കിലും ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാ സ്ഥലത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കാല് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അത്രയ്ക്ക് അഴുക്കൊന്നുമില്ല കേട്ടോ, സംഭവം ഒന്നുമില്ല. പക്ഷേ എനിക്കിത് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നെയിൽസ് വളരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഈ ഫുഡ് വെയറൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പൺ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളതൊക്കെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഞാനങ്ങനെ ഷൂ അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഷൂ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ നെയിൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ നെയിൽസിനും ബുദ്ധിമുട്ടാവും, എനിക്കും അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷൂ അധികം യൂസ് ചെയ്യാറില്ല. ഒരു ദിവസം ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അന്നത്തെ ദിവസം മൊത്തം എനിക്ക് നഖത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വേദനയായിരിക്കും കേട്ടോ. അപ്പം നഖം വളർത്തുന്നവർ മാക്സിമം, കാലിൽ നഖം വളർത്തുന്നവർ മാക്സിമം ഷൂ യൂസ് ചെയ്യാതിരിക്കുക. ഇരിക്കാന്നല്ല, എന്താ പറയുക, എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര വേദന ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുമല്ല, നമ്മളെ നെയിൽസൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കാലിൽ നഖം വളർത്തണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കേട്ടോ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഒരാളിപ്പോൾ നമ്മളെ പെട്ടെന്ന് കാണുന്ന ആ ഒരു ടൈമിൽ ചിലർ നമ്മളെ കാലിലേക്കായിരിക്കും പെട്ടെന്ന് ശ്രദ്ധിക്കുക. മുഖത്ത് നോക്കുന്നതിനെക്കാട്ടിയും പെട്ടെന്ന് ചിലർ നമ്മളെ കാലിലേക്കായിരിക്കും നോക്കുക കേട്ടോ. ആ ഒരു സമയത്ത് കാല് നോക്കിയാൽ അറിയാം നമ്മൾ വൃത്തിയെന്ന് പറയുന്നത്. അങ്ങനെ ആരും പറഞ്ഞതുപോലെ എനിക്ക് തോന്നി കേട്ടോ. എന്തോ അങ്ങനെ കേട്ടൊരു ഫീൽ എനിക്കുണ്ട്. അപ്പോൾ അതുപോലെ കാല് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മളെ എത്രത്തോളം വൃത്തിയുള്ള ആളാണ് എന്നൊക്കെ മനസ്സിലാവുന്നുള്ളത് കേട്ടോ. അപ്പോൾ കാലം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ ഫേസ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ കൈകൾ എങ്ങനെയാണോ കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കാലുകളും സംരക്ഷിക്കണം. കാരണം എല്ലാം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാം നമ്മൾ നല്ല വൃത്തിയിൽ തന്നെ കൊണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ കാലിൽ ഞാൻ തേച്ച് പിടിപ്പിച്ച് 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ചെറുനാരങ്ങേൻ്റെ കഷ്ണം ബാക്കിയുണ്ടായിരുന്നു, അത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഉരച്ച് കൊടുക്കുന്നുണ്ട്.
എന്തായാലും ഇത് നല്ല അടിപൊളി റിസൾട്ട് തരുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മടിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി മെത്തേഡാണ്. അതായത് നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്യുമ്പോൾ 2-3 സ്റ്റെപ്പൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ 2 സ്റ്റെപ്പേ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വാസ്ലൈനോ അതുപോലെ തന്നെ ബോഡി ലോഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് തേച്ച് കൊടുത്ത് നന്നായിരിക്കും കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചാനലിൽ കയറി ചെക്ക് ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലൊക്കെ നല്ല നീറ്റ് ആൻഡ് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ.